തികച്ചും വ്യത്യസ്തമായ രീതിയിൽ വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു റിനോവേഷനാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. വാസ്തു സംബന്ധമായ കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ്. ഇപ്പം വീടിൻ്റെ എൻട്രൻസ് ഈ ഭാഗത്ത് കൂടെയാണ്, അതിനെ ഇപ്പുറത്ത് ഈ കിഴക്ക് വശത്ത് നിന്നാക്കണം എന്നുള്ളതും, മൊത്തത്തിൽ ഈ പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ മോഡേണൈസ് ചെയ്യണം. വലിയ മുറികളിലേക്കും വലിയ വാതായനങ്ങളിലേക്കും മാറ്റിക്കൊണ്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്റ്റെയർ കേസ് ആക്കി മാറ്റുകയും കൃത്യമായ ഡ്രോയിങ് റൂം, ഡൈനിങ് റൂം എന്നുള്ള കോൺസെപ്റ്റ്സ് കൊണ്ടുവരികയും നല്ല വലിപ്പമുള്ള ബെഡ്റൂം ഉണ്ടാക്കുകയും പഴയ മണ്ണ് കൊണ്ടുള്ള ഭിത്തിക്കുള്ളിൽ, പഴയ റെഡ് ഓക്സൈഡിൻ്റെ ഫ്ലോറിൻ്റെ ഉള്ളിൽ ഇത്തരത്തിലുള്ള പഴയ യൂറിനൽസ് മാറ്റിയിട്ട് പഴമ നിലനിർത്തിക്കൊണ്ട് തന്നെ ആധുനികത, വിശാലത എന്നിവ നമുക്ക് കൊണ്ടുവരാം. ഈ വരാന്തയുടെ എൻട്രൻസ് ഇവിടെ നിന്ന് മാറ്റിയിട്ട് കിഴക്ക് വശത്തേക്ക് ആക്കുന്ന കാര്യം ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതിനുശേഷം ഇതിലെ കയറി മെയിൻ എൻട്രൻസ് വാസ്തു കൺസൾട്ടൻ്റ് ഇങ്ങനെ റേസ്ഡ് പ്ലാറ്റ്ഫോം കളയരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ ചെറിയ സ്പേസിൽ നമുക്കൊരു ഡ്രോയിങ് റൂം സെറ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ആ ഡ്രോയിങ് റൂം ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടം വരെ റേസ് ചെയ്യാൻ പോകണം. ഈ രണ്ട് തൂണിൻ്റെയും ലെവൽ വരെ റേസ് ചെയ്ത് ആ സെയിം ഹൈറ്റിലേക്ക് എത്തിക്കും. ആ റേസ്ഡ് സ്പേസിൽ നിന്ന് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ വുഡൻ സ്റ്റെപ്പ് ഭയങ്കര സ്റ്റീപ്പാണ്. അത് മാറ്റിയിട്ട് കംഫർട്ടബിളായിട്ട് ഇവിടെ നിന്ന് എൽ ഷേപ്പിലൊന്ന് ലാൻഡിംഗ് ഒക്കെ കൊടുത്തിട്ടുള്ള സ്റ്റെയർ കേസാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. ഈ മച്ചിലിവിടെ കുറച്ച് സ്ഥലം കട്ട് ചെയ്യേണ്ടി വരും, എന്നാലേ നമുക്ക് കംഫർട്ടബിളായിട്ട് കയറാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മൾ കോൺക്രീറ്റ് സ്റ്റെയർ തന്നെ ഇവിടെ ഉണ്ടാക്കും. ഈ മച്ചിൻ്റെ മുകളിലൊരു ഫ്ലോർ ഉണ്ട്. പക്ഷേ നമ്മൾ ഈ മതിൽ, ഇതിപ്പോൾ മണ്ണിൻ്റെ ഭിത്തിയാണ്, അത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ അടിയിൽ ഐബീം സപ്പോർട്ടൊക്കെ കൊടുത്ത്, ആ ഐബീം കയറ്റാൻ വേണ്ടിയിട്ടാണ് അവിടെ കുത്തിക്കൊണ്ടിരിക്കുന്നത്. മണ്ണ് തന്നെയാണ്. ഈ ചെറിയ ഡൈനിങ് റൂമിനെ ആ മതിൽ മുതൽ ഇവിടം വരെ ആക്കിയിട്ട് അങ്ങ് വലുതാക്കും. അപ്പം നമുക്ക് നല്ലൊരു ലിവിങ് റൂം കിട്ടും. വാസ്തു കൺസൾട്ടൻറ്റ് കിച്ചൻ്റെ വലിപ്പം മാറ്റാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കിച്ചൻ്റെ വലിപ്പം മാറ്റുന്നില്ല. പക്ഷേ നമ്മൾ ഈ വാൾ കട്ട് ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ ലിവിങ് റൂമായിട്ട് ഒരു ഓപ്പൺ കിച്ചൺ കോൺസെപ്റ്റ് തിരിച്ചു കൊണ്ടുവരുന്നുണ്ട്. ആ ഡോർ അവിടെ നിന്ന് എടുക്കുകയാണ്. അപ്പം നമുക്ക് അവിടെ എങ്ങനെ കൗണ്ടർ കിട്ടും, അവിടെ നിന്ന് ഇങ്ങോട്ട് ഓപ്പൺ കിച്ചൻ്റെ കൗണ്ടർ കിട്ടും. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടും നമുക്ക് കൗണ്ടർ കിട്ടും. എന്നിട്ട് ഇവിടെ ആയിട്ട് നമ്മൾ ഡോർ ഉണ്ടാക്കും അപ്പുറത്തേക്ക് കടക്കാൻ. നിങ്ങൾക്ക് ലളിതമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും യു ഷേപ്പിൽ നമ്മൾ കൗണ്ടർ കൊണ്ടുവരികയാണ് ചെയ്യുന്നതെന്ന്. വാക്ക് വേ, ഈ ഡോറ് അറ്റത്ത് പോവും. അവിടെ നിന്ന് നേരെ വന്നിട്ട് ആ ഡോറ് കടന്ന് അങ്ങോട്ട് കിടക്കുമ്പോൾ കിച്ചണിലെ സ്പേസ് മുഴുവൻ നമുക്ക് ഭംഗിയായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. എന്നാൽ കിച്ചണിൻ്റെ ഡോറ് ഇവിടെ വരും. അവിടെ നിന്ന് നമ്മളിവിടെ ഒരു വർക്ക് ഏരിയയാണ്. ഈ ഫൗണ്ടേഷൻ ഇട്ട് വെച്ചിരിക്കുന്നത് വർക്ക് ഏരിയയിലേക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ കിച്ചണിൽ നിന്ന് നേരെ വർക്ക് ഏരിയയിലേക്ക് വരും. ആ വർക്ക് ഏരിയയിൽ നിന്ന് ഈസി ആയിട്ട് ഈ കിണറിൻ്റെ അടുത്തേക്ക് ആക്സസ് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് വീക്കായിട്ടുള്ള ഇത്രയും പോർഷൻ നമുക്ക് ആവശ്യമില്ലാന്ന് തോന്നിയതുകൊണ്ട് കിണറിന് ഇപ്പുറത്തുള്ള വർക്ക് ഏരിയയുടെ പോർഷൻ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഈ ഭാഗം നമ്മൾ നല്ല രീതിയിൽ ഒരു വരാന്തയായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യും. നേരത്തെ ഇവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ ഈ വോളും ഇവിടുത്തെ വോളും ഒരു കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഈ വോളും കൂടി കളഞ്ഞിട്ട് ഇപ്പോൾ ഇവിടെ ഇത്രയുള്ള ചെറിയ മുറിയാണ്. അതിന് പകരം ഈ ഭിത്തി മുതൽ ആ എൻഡിൽ പുതിയ വോൾ വരും. അവിടം വരെയുള്ള ഒരു നല്ല ബെഡ്റൂം വരും. ആ ബെഡ്റൂമിൻ്റെ എൻട്രൻസ് അവിടെ തന്നെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് ഈ ഫൗണ്ടേഷൻ ഇട്ടേക്കണണ്ട, അതിനകത്തൊരു ടോയ്ലറ്റ് ഉണ്ടാക്കിയിട്ട് ഈ ബെഡ്റൂമിൽ നിന്ന് ഇവിടെ ഒരു ഡോർ കൊടുത്ത് കഴിയുമ്പോൾ ആ ബെഡ്റൂമിൽ ഒരു അറ്റാച്ച് ടോയ്ലറ്റ് ആവും. വാസ്തു സംബന്ധമായ പ്രശ്നങ്ങൾ കാരണം നമുക്ക് ഉള്ളിൽ ടോയ്ലറ്റ് വെക്കാൻ പറ്റിയിട്ടില്ല കോമൺ ആയിട്ട്. അതുകൊണ്ട് ഈ വർക്ക് ഏരിയയിൽ നിന്ന് ആക്സസ് കൊടുത്തിട്ടൊരു സർവൻസ് ടോയ്ലറ്റാണ് കൊടുക്കുന്നത്. ആ കോർണറിലെ ഡോറ് കടന്നാൽ ഇപ്പോൾ എത്തുന്നൊരു ടോയ്ലറ്റാണ്. പണ്ട് കാലത്ത് ഇവിടുത്തെ ആർക്കോ ഹെൽത്ത് ഇഷ്യൂസ് വന്നപ്പോൾ ടെമ്പററി ആയിട്ട് അവരുണ്ടാക്കിയൊരു ടോയ്ലറ്റാണിത്. ഒരു ചെറിയ സ്റ്റോർ റൂമിനെ ടോയ്ലറ്റായിട്ട് കൺവെർട്ട് ചെയ്ത് നിങ്ങൾ കൂട്ടിയാൽ മതി. ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഈ പോയിന്റ് മുതൽ ഈ വോളം കട്ട് ചെയ്തിട്ട്, ഇതാണ് ഞാൻ അപ്പുറത്ത് കാണിച്ച വോള്, ഈ വോള് കട്ട് ചെയ്തിട്ട് ഈ തടിയുടെ വോള് വരെ എന്ന് പറഞ്ഞാൽ ആ മതിൽ മുതൽ ആ വെളിച്ചം കാണുന്ന തടിയുടെ വോൾ വരെയുള്ള ഒരു അത്യാവശ്യം തെറ്റില്ലാത്ത വലിപ്പമുള്ള ഒരു ബെഡ്റൂം കിട്ടും. നേരത്തെ ലിവിങ് റൂമാണെന്ന് പറഞ്ഞാണ്. ലിവിങ് റൂമിൽ നിന്ന് ആക്സസ് ആയിട്ട് ആ ഡോറ് കാണുന്നിടത്ത് നമ്മൾ ഒരു പൂജാ റൂം മെയിൻറ്റെയിൻ ചെയ്യും. ഇപ്പോൾ അതിനകത്ത് പത്തായമാണ്. അപ്പോൾ പത്തായത്തിനെ വൃത്തിയാക്കി കഴിഞ്ഞാൽ പൂജാ റൂം എടുക്കാം. ആ സ്റ്റെയർ കംഫർട്ടബിൾ ആക്കുമ്പോൾ ഈ ഒരു സ്പേസ് നമുക്ക് കിട്ടില്ല, കാരണം അവിടെ വലിയ വേണ്ടി വരും. അതുകൊണ്ട് ആ ഡോറ് മാറും. അപ്പോൾ ആ ഡോറ് നമ്മൾ ഇങ്ങോട്ട് വെച്ചിട്ട് ഫസ്റ്റ് ഫ്ലോറിലത്തെ ബെഡ്റൂമിലേക്ക് ആക്സസ് കൊടുക്കും. അതേപോലെ തന്നെ ആ ബെഡ്റൂമിൽ നമ്മൾ അങ്ങനെ തന്നെ നിർത്തും, മെയിൻറ്റെയിൻ ചെയ്യും. ഈ വോളം കട്ട് ചെയ്തിട്ട് ഒരു അത്യാവശ്യം വലിയൊരു ഹോളാക്കും ഫസ്റ്റ് ഫ്ലോറിൽ. അപ്പുറത്തെ റൂമിന് തടിയുടെ വോൾസാണ്, അത് കംപ്ലീറ്റ് മാറ്റിയിട്ട് നല്ല റൂമാക്കാൻ എളുപ്പമാണ്. ഇതിപ്പോൾ ഒരു ചെറിയ മുറിയാണ്, പക്ഷേ ഇതിൻ്റെ ഈ തടിയുടെ വോൾസ് കംപ്ലീറ്റ് മാറ്റിയിട്ട് നല്ല വിശാലമായിട്ടുള്ളൊരു റൂമാക്കിയിട്ട് നമ്മളിതിനെ മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ തടിയുടെ വോളും മാറി ഈ മുറി, ഈ ഭിത്തി മുതൽ അവിടെ കാണുന്ന വൈറ്റ് വോളിൽ അവിടം വരെ ആകുമ്പോൾ നല്ല വലിയ മുറി കിട്ടും. ഇത് പഴയ വിത്ത് പത്തായാണ് കേട്ടോ. ഇതാണ് വിത്തൊക്കെ, പലതരത്തിലുള്ള വിത്തുകൾ ഇട്ടിരുന്നാണ് ഇവിടെ എഴുതിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇതിൻ്റെ നിരയേക്കാൻ എടുത്ത് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് റീയൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ഡോറ് നമ്മൾ അടയ്ക്കുകയും
ഇവിടെ നമ്മൾ തുറക്കുകയും ചെയ്തിട്ട് ഒരു കോമൺ ടോയ്ലറ്റ് ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 3 ബെഡ്റൂം ഉണ്ട്. 3 ബെഡ്റൂം കൂടി ഇവിടെ ഒരു കോമൺ ടോയ്ലറ്റ് എടുക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഫ്ലോറ് മണ്ണിൻ്റെയാണ്, വാള് മണ്ണിൻ്റെയാണ്. അപ്പം നമ്മൾ എങ്ങനെ കോമൺ ടോയ്ലറ്റ് എടുക്കും? ഈ മണ്ണിൻ്റെ ഫ്ലോറിലാണ് നമ്മൾ കോമൺ ടോയ്ലറ്റ് എടുക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഫ്ലോറിൽ ഒരു RCC സ്ലാബ് അങ്ങ് വാർക്കും. എന്നിട്ട് ഈ വോൾസിൻ്റെ ഉള്ളിലായിട്ട് ഒരു 10 സെൻറ്റിമീറ്റർ തിക്നെസ്സിൽ RCCയുടെ കോൺക്രീറ്റ് വാൾസ് ഉണ്ടാക്കി അതിനെ വാട്ടർ പ്രൂഫ് ചെയ്തിട്ടാണ് നമ്മൾ വളരെ നല്ല രീതിയിലുള്ള മോഡേൺ ടോയ്ലറ്റ് ഉണ്ടാക്കാൻ പോണത്. ഈ രീതിയിൽ ഡിഫറൻ്റായിട്ടും ഇന്നവേറ്റീവായിട്ടും പഴമയും പാരമ്പര്യവും നിലനിർത്തിക്കൊണ്ട് ടീം റിപ്പയർ കൊച്ചി ഈ വീടിനെ റിനോവേറ്റ് ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. ചലഞ്ചിങ് ആയുള്ള റിനോവേഷൻസ് കേരളത്തിലെല്ലായിടത്തും, ബാംഗ്ലൂരും മംഗലാപുരത്തും